നമസ്കാരം. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെയും മൈക്ക് കെട്ടിയുമൊക്കെ CPM-കാർ നിലവിളിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: എയിംസ് കിട്ടിയില്ല, എയിംസ് കിട്ടിയില്ല. കേന്ദ്ര സർക്കാർ തന്ന ESI മെഡിക്കൽ കോളേജ്, ആ ESI മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാർ എങ്ങനെ തട്ടിത്തെറിപ്പിച്ചു? എന്തുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു? കൊല്ലത്ത് മാത്രമല്ല, തെക്കൻ കേരളത്തിലെ മുഴുവൻ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രയോജനം കിട്ടേണ്ടിയിരുന്ന ഒരു പദ്ധതിയായിരുന്നു ഈ മെഡിക്കൽ കോളേജ്. അത് വരുന്നതിന് തടസ്സം നിന്നത് വെറും ഇടുങ്ങിയ രാഷ്ട്രീയം, ആ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമില്ല. ഒന്ന് മനസ്സിലാക്കണം നിങ്ങളെല്ലാവരും. പിണറായി വിജയൻ സർക്കാരിൻ്റെ പിടിവാശി കൊണ്ട് കേരളത്തിന് നഷ്ടമായിട്ടുള്ളത് ഒരു മെഡിക്കൽ കോളേജാണ്. കേന്ദ്ര സർക്കാർ പൂർണ്ണ ചെലവ് വഹിക്കുന്ന മെഡിക്കൽ കോളേജ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. രാജ്യത്ത് ESI കോർപ്പറേഷൻ 8 സംസ്ഥാനങ്ങളിൽ മെഡിക്കൽ കോളേജുകൾ തുടങ്ങാനായിട്ട് കേന്ദ്ര സർക്കാർ അനുവാദം നൽകി. അതിലൊന്ന് നമ്മുടെ കൊല്ലത്ത്. 600 കോടി രൂപ പൂർണ്ണമായും കേന്ദ്ര സഹായം ലഭിക്കുന്ന വലിയ പദ്ധതിയാണ്. 50 മെഡിക്കൽ സീറ്റ് ഉണ്ടാവും. പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കളടക്കമുള്ള ആളുകൾക്ക് പ്രയോജനം കിട്ടും. പക്ഷേ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ ചില രേഖകൾ നൽകണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ്. അതായത് ഈ മെഡിക്കൽ കോളേജ് സംസ്ഥാനത്തിന് അത്യാവശ്യമാണ് എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ. ഈ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കേന്ദ്ര മന്ത്രാലയത്തിന് നൽകേണ്ട അവസാന തീയതി ജനുവരി 28 ജനുവരി 9 തന്നെ ESI കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ചിട്ടുള്ള അപേക്ഷ നൽകി. ഈ ഫയലിൽ തീരുമാനമെടുക്കാതെ ജനുവരി 25 വരെ, അതായത് 16 ദിവസം അത് പിടിച്ചു വച്ചു. മെഡിക്കൽ കോളേജായിട്ട് ഉയർത്താൻ പോകുന്ന ആശുപത്രിയുടെ കുറവുകൾ നികത്തണം എന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ട് ഒരു മുട്ടാപ്പോക്ക് അല്ലെങ്കിൽ ഒരു തൊടുന്യായം അതും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വീണ ജോർജിൻ്റെ വകുപ്പ് ESI കോർപ്പറേഷന് ഇത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പ് നൽകുന്നത് ജനുവരി 25, 16 ദിവസത്തിന് ശേഷം. പിറ്റേന്ന് തന്നെ ESI കോർപ്പറേഷൻ പറഞ്ഞു, ആശുപത്രി പ്രവർത്തനം തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ കുറവുകളെല്ലാം നികത്തിക്കൊള്ളാം. അങ്ങനെ മറുപടി കൊടുത്തു. ഈ സമയത്ത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഈ അപേക്ഷ സമർപ്പിക്കേണ്ട, അതായത് മെഡിക്കൽ കോളേജിന് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി ഫെബ്രുവരി 3 വരെ നീട്ടി നൽകുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ജനുവരി 28 രാവിലെ തന്നെ ESIയുടെ ദേശീയ തലത്തിലുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ESIയുടെ ഡയറക്ടർ ജനറൽ നേരിട്ട് അണ്ടർടേക്കിംഗ് കൊടുത്തു. അതായത് ഞങ്ങളിതൊക്കെ പണി പൂർത്തിയാക്കിക്കൊള്ളാം, എന്നിട്ട് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെയും തൊഴിൽ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി കേരളത്തിന് ലഭിക്കാവുന്ന ഒരു വലിയ പദ്ധതി നഷ്ടമാക്കരുത് എന്ന് ബന്ധപ്പെട്ട ആളുകളൊക്കെ അഭ്യർത്ഥിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഈ കാര്യം ബോധ്യമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയെ വരെ ബന്ധപ്പെട്ടു. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരെയും സംസ്ഥാന സർക്കാർ അനങ്ങിയില്ല. അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് വളരെ വ്യക്തമാണ്. അതായത് അതിൻ്റെ കാരണം, തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു, ഈ സമയത്ത് കേരളത്തിൽ ഒരു കേന്ദ്ര പദ്ധതി വരരുത് എന്നുള്ളൊരു വാശി, അതല്ലാതെ വേറെ ഒരു കാരണവുമില്ല. നമ്മളൊന്ന് ഓർമ്മിക്കണം, നമ്മളൊന്ന് ആലോചിക്കണം. ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളി കുടുംബങ്ങളുടെ അവസരം, ആ അവസരമാണ് പിണറായി വിജയൻ തട്ടിത്തെറിപ്പിച്ചത്, പിണറായി സർക്കാർ തട്ടിത്തെറിപ്പിച്ചത്. ഇതിൻ്റെ പിന്നിൽ ചില സ്വകാര്യ മെഡിക്കൽ കോളേജുകളെ സഹായിക്കാനാണ് എന്നുള്ള ആരോപണം കൂടിയുണ്ട്. കേരളം ഒഴികെ ESI മെഡിക്കൽ കോളേജ് അനുവദിക്കപ്പെട്ട മറ്റെല്ലാ സംസ്ഥാനങ്ങളും കൃത്യമായിട്ട് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകി. ഇതാണ് CPM-ൻ്റെ രീതി. എന്നിട്ട് മോദി തരുന്നില്ല എന്നുള്ള പച്ചക്കള്ളം തട്ടിവിടും. വേറൊരു ഉദാഹരണം നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെ മുഖ്യമന്ത്രി അടക്കം ഈ ആരോപണം ഉന്നയിച്ച UGC ശമ്പള പരിഷ്കരണത്തിലെ 750 കോടി കേന്ദ്രം തന്നില്ല, ഇതായിരുന്നു ആരോപണം. വാസ്തവത്തിൽ അത് റീഇംബേഴ്സ്മെൻ്റ് ആണ് എന്ന് നേരത്തെ അറിയാം. അതായത് പണം ചെലവാക്കിയതിന് ശേഷം അത് കേന്ദ്ര സർക്കാർ അതനുവദിക്കും, അത് നൽകും.
നിശ്ചിത തീയതിക്ക് മുമ്പ് പണം നൽകിയതിൻ്റെ രേഖകൾ നൽകണം എന്ന് 3 പ്രാവശ്യം കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടും കേരള സർക്കാർ പണം നൽകിയെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ നൽകിയില്ല. പണം നൽകിയില്ല. അതുകൊണ്ട് തന്നെ ആ ഫണ്ട് ലാപ്സായി. ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി മോദി ഞെരുക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിക്കുന്ന സഖാക്കളോടൊരു കാര്യം ചോദിക്കണം. കൊല്ലത്തെ ESI മെഡിക്കൽ കോളേജ് നഷ്ടപ്പെടുത്തിയത് എന്തിനാണ്? ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള പ്രയോജനം എന്തുകൊണ്ട് ഇല്ലാതാക്കുന്നു? ഇത് ചോദിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജായിട്ടിടണം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.